അല്ലേ? അള്ളാഹു പടച്ച സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്, സൂര്യനെ പടച്ച സൂര്യനെ പടച്ച അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യരുത്, ചന്ദ്രന്റെ മുമ്പിലും സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ എന്ത് വേണം? സൂര്യനെ പടച്ച, ചന്ദ്രനെ പടച്ച. ഇനി അത്ഭുതം എന്താ അറിയോ? സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രമുണ്ട്. സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം. ഒരു സൂര്യന്റെ വലിപ്പം 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാനുള്ള വ്യാപ്തിയാണ്. 13 ലക്ഷം ഭൂമി. ആ 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ പടച്ച പടച്ചോൻ, ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം, എന്തു വലിയ നക്ഷത്രം! ആ നക്ഷത്രത്തെ പടച്ച സൃഷ്ടാവ്. ഇതാണ് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ദൈവവിശ്വാസം. ഇനി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയാ, വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ഖുമാനിലെ 10-11 വചനങ്ങളാണ്. خلق السماوات بغير أمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة فأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. അവിടെ പറയുന്നത്, നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയ ഒരു സൃഷ്ടാവ് ഉണ്ടോ? അപ്പൊ ആകാശത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ആകാശം ഉണ്ടാകുന്നതിന് മുമ്പേ അല്ലേ, ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇനി വേദങ്ങൾ ഇതാ പഠിപ്പിച്ചത്, വേദസംഹിതകൾ മുഴുവനും വേദത്തിലൂടെ കടന്നുപോയാൽ നിങ്ങൾ നോക്കൂ, മഹാനിർവഹണ സ്തോത്രം, മഹാനിർവഹണ സ്തോത്രം. ആ മഹാനിർവഹണ സ്തോത്രത്തിൽ പറയുന്നത് എന്താ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാത്ര പ്രഹൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. ആദ്യം അതിന്റെ 3-ാമത്തെ ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. കണ്ടോ? ഈ ജഗത്തിനെ, ഈ വിശ്വത്തെ, ഈ മഹാപ്രപഞ്ചത്തെ, ഈ 7-14 ലോകങ്ങളെയും സൃഷ്ടിച്ചവനാരോ അവന്റെ മുമ്പിലാണ് പ്രാർത്ഥനകളും പ്രണാമങ്ങളും. അല്ലാതെ യൂണിറ്റിന്റെ ദൈവത്തോടല്ല, പഞ്ചായത്തിന്റെ ദൈവത്തോടല്ല, ഗ്രാമത്തിന്റെ ദൈവത്തോടല്ല, ജില്ലയുടെ ദൈവത്തോടല്ല, സംസ്ഥാനത്തിന്റെ ദൈവത്തോടല്ല, രാജ്യത്തറിയപ്പെട്ട ദൈവത്തോടല്ല, ആ രാജ്യത്തെയും ലോകത്തെയും പടച്ച ദൈവത്തോട്. അതാണ് മഹാനിർവഹണ സ്തോത്രം പറയുന്നത്. അത് ചെയ്യുന്നവരാണോ ഇന്നത്തെ ഹൈന്ദവർ? ആലോചിക്കുക, ചിന്തിക്കുക. നിങ്ങൾക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്, ആരെയും നിർബന്ധിക്കണില്ല. ഇതൊരു ചിന്തയാണ്, ഇതൊരു ചർച്ചയാണ്, ഇതൊരു അറിവിലേക്കായുള്ള സമ്മാനമാണ്. അത്രയുള്ളൂ. അപ്പൊ വേദം പറയുന്ന അങ്ങനെ, തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിം പതിനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഢ്യം. ശേതശേതരോപനിഷത്തിലുള്ളതാണ്. എല്ലാ ദേവീ ദേവന്മാരുടെയും പരമാരാധ്യനായ, നിങ്ങൾക്കറിയോ, കെ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. നല്ല പുസ്തകം ഉണ്ട് അയാളുടെ കയ്യില്. ആ പുസ്തകം ശ്രീകൃഷ്ണ മിഷൻ പബ്ലിക് ഇറക്കിയിട്ടുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന്. ഹിന്ദുധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിന്ദുധർമ്മ പരിചയം. ആ പുസ്തകത്തിന്റെ 148, 149 പേജ്. അതിന്റെ അധ്യായത്തിന്റെ പേര് ഒന്നോ പലതോ. എന്താ പേര് നോക്ക്? അഹദോ അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നോ പലതോ, വല്ലാത്തൊരിതാണ്. വ്യത്യസ്ത ഇലാഹുകളുണ്ടോ? ഏക ഇലാഹാണോ? ആരോ ചർച്ച ചെയ്യുന്നത്? കെ പരമേശ്വരൻ പിള്ള ചർച്ച ചെയ്യാ. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്താ അറിയോ? ഒന്നോ പലതോ എന്നുള്ള അധ്യായത്തില് ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന മുഴുവൻ ദേവീ ദേവന്മാർക്കും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ, എന്താണ്, ഞങ്ങൾ ആരാധിക്കുന്ന ദേവീ ദേവന്മാർക്ക് ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സർവേശ്വരനിൽ നിന്ന് കഴിവ് കിട്ടണം. സമതീയത്ത്. നിങ്ങൾ എന്താ പറയുന്നത്? അള്ളാഹുവിന് മാത്രമാണ്. അദ്ദേഹം പറയാ, കേട്ടോളൂ, കെ പരമേശ്വരൻ പിള്ള പറയാണ്,
ദേവീ ദേവന്മാർക്കൊന്നും സ്വന്തമായിട്ട് കഴിവില്ല, എല്ലാം അള്ള കൊടുത്ത കഴിവാ. എത്രത്തോളം ഒരു പുൽക്കൊടി, ഒരു പുല്ല് എത്ര നിസാര, ആ പുല്ല് ചലിപ്പിക്കണമെങ്കിൽ ദേവീ ദേവൻ അള്ള കഴിവ് കൊടുക്കണോ? ഇത് തന്നെയാണ് നമ്മുടെ സുന്നി സഹോദരങ്ങളും പറയുന്നത്. ഇതേ കാര്യം മണ്ണാർക്കാട് വാദം തന്നെ ഇതായിരുന്നു. എന്ത് സ്വയം പര്യാപ്തത ഞങ്ങൾ പറയണില്ല, അള്ള കൊടുത്ത കഴിവാ. അതെന്നെ കെ പരമേശ്വരൻ പിള്ളയും പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്ക്, എവിടെ ഐക്യം, എവിടെ വ്യത്യാസം? നിങ്ങൾ പറയണത് അള്ള കൊടുത്ത കഴിവ് എന്നെ കെ പരമേശ്വരൻ പിള്ള പറയുന്നത്, ഞങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ വളരെ ഗൗരവമായി ആലോചിക്കുക. വളരെ അബൂജഹലും പറഞ്ഞ അങ്ങനെ തന്നെ, അള്ള കൊടുത്ത കഴിവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക അല്ലേ? അവര് പറഞ്ഞിരുന്ന ഇല്ല ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എന്താ അവര് പറഞ്ഞു? അവര് ഹജ്ജ് ചെയ്തിരുന്നു. അൽ ഹാജി അബൂജഹൽ, അൽ ഹാജി അബൂ ലഹബ്, അൽ ഹാജി വലീദ് ഇബ്നു മുഗീറ, അൽ ഹാജി അബൂ സുഫിയാൻ. അവരൊക്കെ ഹജ്ജ് ചെയ്തിരുന്ന ആളുകളാ. ഞാനല്ല പറയുന്നത്, ഖുർആനാ പറയുന്നത്. അവര് ഹജ്ജ് ചെയ്തിരുന്ന ആളുകളാ. നിങ്ങൾ പഠിക്കണത് ഖുർആൻ പഠിക്കണം. അതുകൊണ്ടാണല്ലോ ഖുർആനിലെ ഒരു സൂക്തം തന്നെ ഒന്ന് പരിശോധിച്ചു നോക്ക്. വിശുദ്ധ ഖുർആൻ പറയാ, ഖുർആനിലൂടെ 7-ാം അധ്യായം 31 പറയാ, യാ ബനി ആദമ ഖുദൂ സീനതുകും ഇൻദ കുല്ലി മസ്ജിദിൻ. യാ ബനി ആദം, യാ ബനി ആദമ ഖുദൂ സീനതുകും ഇൻദ കുല്ലി മസ്ജിദിൻ. ആദമിന്റെ മക്കളെ, നിങ്ങൾ ഈ സന്ദർഭം തന്നെ ആയത്തിന്റെ പശ്ചാത്തലം തന്നെ മനസ്സിലാക്കണം. കാബം നഗ്നമായി തവാഫ് ചെയ്തിരുന്ന ആളുകൾ, കഅബാലയം നഗ്നമായി തവാഫ് ചെയ്തിരുന്ന സ്ത്രീ പുരുഷന്മാർ, ഊഴം നിശ്ചയിച്ച് രാത്രിയും പകലുമായി കാബൻ തവാഫ് ചെയ്തിരുന്ന ആളുകൾ, ആ ആളുകൾ അവരെ വിളിച്ചിട്ട് പറയാ, കാബൻ തവാഫൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല, ചില പരിഷ്കരണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് സംഭവിച്ച ചില ശിർക്ക് പരിഷ്കരണങ്ങൾ ഒക്കെ ഉണ്ടാക്കണം. ആ പരിഷ്കരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നഗ്നരായിട്ട് കാബൻ തവാഫ് ചെയ്യല്ലേ, നിങ്ങൾ വസ്ത്രം ധരിച്ചുകൊണ്ട് ആരാധനാലയത്തിൽ വരൂ. ആ ആയത്ത് പഠിപ്പിക്കുന്നത് ആണിനും പെണ്ണിനും ഒരേപോലെ പള്ളിയിൽ പോകൽ ബാധകമാണ് എന്നുള്ളത് തന്നെയാ പഠിപ്പിക്കുന്നത്. ആദമിന്റെ മക്കളെ എന്നാ പറയുന്നത്, ആദം സന്തതികളെ. അപ്പൊ അവർ ഹജ്ജ് ചെയ്തു. ഹജ്ജ് ചെയ്തപ്പോ അവര് പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ വിളിക്കുത്തരം നൽകി. എന്നിട്ട് പറയാം, നിനക്കൊരു പങ്കുകാരുമില്ല, പക്ഷെ ഇല്ല ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. കെ പരമേശ്വരൻ പിള്ള അതിന് മലയാളം എഴുതി. അതാണ് ഒന്നോ പലതോ എന്നുള്ളതിൽ. ഇത് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്നുള്ളതിന് കെ പരമേശ്വരൻ പിള്ള മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തി. എന്താ? നിനക്ക് ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാർ ഒരു പുൽക്കൊടി പോലും നീക്കുന്നത് നീ കൊടുത്ത കഴിവ് കൊണ്ടാണ്. ആര് പറയാ? അന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ. അത് എന്നെ ഇന്ത്യയിലുള്ള മനുഷ്യരും പറയുന്നു. അപ്പൊ പറയൂ, ഇവിടെ എന്താ ആവശ്യം? ഇവിടെ എന്താ ആവശ്യം? മക്കത്തേതൊരു ദഅവത്ത് പ്രവാചക തിരുമേനി ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നോക്ക് നിങ്ങൾ, ഖുൽ ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം, ഇതാകുന്നു എന്റെ മാർഗം, ആ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അദഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്, അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അല്ലാഹ് ആരാണ്? ആകാശഭൂമികളുടെ തമ്പുരാനാണ്, ആകാശത്തെ സൃഷ്ടിച്ചവനവനാണ്. അതുകൊണ്ടാണ് അല്ല പറയുന്നത്, കല്ലാ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ അൽ-ലൈല ലിബാസാ വജഅൽനാ അൻ-നഹാറ മആശാ വബനൈനാ ഫൗഖകും സബഅൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എന്താ പറയുന്നത്? ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു, ആകാശത്തെ മേൽക്കൂരയാക്കി, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു, രാവിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി, പകലിനെ നിങ്ങൾക്ക് ജീവസന്ധാരണ വേളയാക്കി, 7 അടുക്കുകളായി ആകാശത്തെ സൃഷ്ടിച്ചു തന്നു. നിങ്ങൾക്ക് മാഅൻ സജ്ജാജാ, കുത്തിച്ചൊലിക്കുന്ന മഴയും ചൊരിഞ്ഞു തന്നു. ഇതൊക്കെ ചെയ്തത് പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബനൽ മാഅ സബ്ബാ സുമ്മ ശഖഖനൽ അർള ശഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വൈനബാ വഖലബൻ വസൈതൂനൻ വനഖ്ലാ വഹദായിക വൽബാ വഫാഖിയതുൻ വഅബ്ബാ മതാഅൻ ലക്കും വലിയനാമിക്കും. ഈ പ്രപഞ്ചത്തിൽ അള്ള ചെയ്തെന്ന് മറ്റൊരു ഭാഗം സൂറത്ത് അബസ 80-ാം അധ്യായം 20-കൾക്ക് ശേഷം അള്ള പറയാ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എല്ലാ ഇനം ഭക്ഷണങ്ങളും